പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ടുഡേസ് അവർ ടോപ്പിക് ഈസ് സാമ്പിളിംഗ് മെത്തേഡ്. വാട്ട് ഈസ് സാമ്പിളിംഗ്? സാമ്പിളിംഗ് ഈസ് എ മെത്തേഡ്സ് ടു സെലക്ടിങ് സാമ്പിൾ ഫ്രം പോപ്പുലേഷനിൽ നിന്ന് എന്ത് ചെയ്യാണ്, സാമ്പിൾ സെലക്ട് ചെയ്യുന്ന മെത്തേഡിനെ എന്ത് പറയാം, സാമ്പിളിംഗ് എന്ന് പറയും. നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ സാധനത്തിന് നമ്മളെന്ത് പറയും, സാമ്പിൾ എന്ന് നമ്മൾ പറയും. അതിൻ്റെ മെത്തേഡുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് സാമ്പിൾ സെലക്ട് ചെയ്യാം. നമുക്ക് ഒരു പോപ്പുലേഷൻ, ഒരു ക്ലാസ്സിലെ കുട്ടികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ആ ക്ലാസ്സിൽ കുറേ കുട്ടികളുണ്ടാവും. ആ കുട്ടികളിൽ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് കുറച്ച് ആളുകൾ നമ്മൾ സെലക്ട് ചെയ്യും. അതിനാണ് എന്ത് പറയുക, സാമ്പിളിംഗ് എന്ന് പറയുക. സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ സാമ്പിളിംഗ് എന്ന് പറയും. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആളുകൾ എന്ത് പറയും, സാമ്പിൾ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇതിൽ രണ്ട് മെത്തേഡാണുള്ളത്. ഒന്ന് സെൻസസ് മെത്തേഡും മറ്റൊന്ന് സാമ്പിളിംഗ് മെത്തേഡും. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് റിസർച്ച് നടത്തുമ്പോൾ, പഠനം നടത്തുമ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറച്ച് ആളുകളെ എടുത്ത് പഠിക്കുന്നതിനെ സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയും. അതിൽ എല്ലാവരെയും പഠിക്കുന്നതിനെ നമ്മൾ സെൻസസ് എന്ന് പറയും. ഓരോ 10 വർഷം കൂടുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന കംപ്ലീറ്റ് എന്യൂമറേഷൻ മെത്തേഡാണ് പോപ്പുലേഷൻ സർവേ, ദാറ്റ് ഈസ് എ സെൻസസ്. നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പ്രതിപാദിച്ച് ഒരു ഏരിയയിൽ നിന്ന് കുറച്ച് ആളുകളെ എടുത്തുകൊണ്ട് ആ ഏരിയയുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അതിനെ സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ സെൻസസും സാമ്പിളിങ്ങും എന്താണെന്ന് ഫസ്റ്റ് നോക്കാം. എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ദാറ്റ് കളക്ട് ആൻഡ് റെക്കോർഡ് ദ ഡാറ്റ അബൌട്ട് ദ മെമ്പേഴ്സ് ഓഫ് ദ പോപ്പുലേഷൻ ഈസ് കോൾഡ് സെൻസസ്. സിസ്റ്റമാറ്റിക് മെത്തേഡാണ്. അതെന്താണ്, കളക്ട് ആൻഡ് റെക്കോർഡ് ഡാറ്റ കളക്ട് ചെയ്യാണ്, റെക്കോർഡ് ചെയ്യാണ് ഡാറ്റ ഫ്രം ദ മെമ്പേഴ്സ് ഓഫ് ദ പോപ്പുലേഷനിലുള്ള എല്ലാ മെമ്പേഴ്സിൽ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ സെൻസസ് എന്ന് പറയും. സാമ്പിളിംഗ് റെഫേഴ്സ് ടു പോർഷൻ ഓഫ് ദ പോപ്പുലേഷൻ സെലക്റ്റഡ്. സാമ്പിളിംഗ് എന്ന് പറയുന്നതാണ് പോപ്പുലേഷൻ്റെ ഒരു പോർഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ടു റെപ്രസെൻറ്റ് എൻറ്റയർ ഗ്രൂപ്പ്, ആ എൻറ്റയർ ഗ്രൂപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇൻ ആൾ ഈസ് ക്യാരക്ടറിസ്റ്റിക്സ്. എന്യൂമറേഷൻ എന്ന് പറയുമ്പോൾ സെൻസസ് ഈസ് എ കംപ്ലീറ്റ് എന്യൂമറേഷൻ ആണ്, സാമ്പിളിംഗ് ഈസ് എ പാർഷ്യൽ എന്യൂമറേഷൻ. സെൻസസ് ഈസ് എ സ്റ്റഡി ഓഫ് ഈച്ച് ആൻഡ് എവറി യൂണിറ്റ് ഓഫ് ദ പോപ്പുലേഷൻ. ആ യൂണിറ്റ് അതിലെ ആ ഏരിയയിലെ നമ്മൾ പഠിക്കുന്ന പോപ്പുലേഷൻ്റെ എല്ലാ യൂണിറ്റിനെയും എടുത്തുകൊണ്ട് പഠിക്കുന്നതിന് സെൻസസ് എന്ന് പറയാം. സാമ്പിളിംഗ് എന്ന് പറയുക ഇറ്റ് ഈസ് സ്റ്റഡി ഓഫ് ഓൺലി ഹാൻഡ്ഫുൾ ഓഫ് യൂണിറ്റ് ഓഫ് ദ പോപ്പുലേഷൻ. നമ്മളെ കയ്യിലുള്ള ആളുകളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ് സാമ്പിളിംഗ്. സെൻസസ് ഇറ്റ് ഈസ് എ ടൈം കൺസ്യൂമിങ്, വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് സെൻസസ്. സാമ്പിളിംഗ് ഇറ്റ് ഈസ് എ ഫാസ്റ്റ് പ്രോസസ്സ്, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. നമ്മളൊരു കോളേജിലെ കുട്ടികളുടെ പഠന നിലവാരത്തെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. അത് നമ്മൾ എന്ത് ചെയ്യാണ്, ആ പഠന നിലവാരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ എല്ലാ കുട്ടികളെ എടുത്തുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ അതിനെ സെൻസസ് എന്ന് പറയും. അതാണ് പോപ്പുലേഷൻ. ആ കോളേജിൻ്റെ പോപ്പുലേഷൻ എന്താണ്, സ്റ്റുഡൻസ് എന്ന് പറയുന്ന എല്ലാ സ്റ്റുഡൻസും ചെറുതാണ്. അതിന് കുറച്ച് ആളുകൾ നമ്മളെടുത്ത് പഠിക്കുകയാണെങ്കിൽ അതിനെ സാമ്പിളിംഗ് എന്ന് പറയും. മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് സെൻസസ് മെത്തേഡ്. ഇതിൻ്റെ സെൻസസ് മെത്തേഡിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഇൻറ്റൻസീവ് സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ്റെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള സ്റ്റഡിയാണ്. ഹൈ ഡിഗ്രി ഓഫ് അക്യുറസി ആൻഡ് റിലയബിലിറ്റി. അതിന് അക്യുറസി വളരെ ഹൈ ഡിഗ്രി ആയിരിക്കും. അതേപോലെ റിലയബിലിറ്റി എല്ലാവരെയും എടുത്തിട്ടാണ് പഠിക്കുന്നത്. സ്യൂട്ടബിലിറ്റി ഓഫ് ദ മെത്തേഡ്, വളരെ സൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ്. പക്ഷേ അതിന് ഡീമെറിറ്റ്സ് എന്ന് പറയുമ്പം എക്സ്പെൻസീവാണ്, നീഡ് മോർ ടൈം ആൻഡ് മാൻ പവർ. കുറേ ആളുകൾ ആവശ്യമുണ്ടാവും, കുറേ ടൈം ആവശ്യമുണ്ടാവും. പോപ്പുലേഷൻ എന്താണ് പോപ്പുലേഷൻ എന്ന് പറയാൻ? എ പോപ്പുലേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഇൻക്ലൂഡിങ് ആൾ പീപ്പിൾ ഓർ ഐറ്റംസ് വിത്ത് ദ ക്യാരക്ടറിസ്റ്റിക്സ് വൺ വിസ് ടു അണ്ടർസ്റ്റാൻഡ്. നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഏരിയയിലുള്ള എല്ലാ ആളുകളെയും ആണ് എന്ത് പറയുന്നത്, അതിന് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. സാമ്പിളിംഗ് ഇറ്റ് ഈസ് ദ സെലക്ഷൻ ഓഫ് എ സബ്സെറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഫ്രം ദ വിത്തിൻ എ സ്റ്റാറ്റിസ്റ്റിക്കൽ പോപ്പുലേഷൻ ടു എസ്റ്റിമേറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ വോൾ പോപ്പുലേഷൻ. നമ്മൾ വോൾ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പോപ്പുലേഷന് ഒരു സബ്സെറ്റ്, സ്റ്റാറ്റിസ്റ്റിക്കൽ പോപ്പുലേഷന് ഒരു സബ്സെറ്റ് നമ്മൾ സെലക്ട് ചെയ്യാണ്. അതിനെ എന്ത് പറയുക, സാമ്പിളിംഗ് എന്ന് പറയുക. സ്റ്റാറ്റിസ്റ്റീഷ്യൻ അറ്റംപ്റ്റ് ഫോർ ദ സാമ്പിൾസ് ടു റെപ്രസെൻറ്റ് പോപ്പുലേഷൻ ഇൻ ക്വസ്റ്റ്യൻ. സ്റ്റാറ്റിസ്റ്റീഷ്യൻ അറ്റംപ്റ്റ് ചെയ്യണം എന്താണ്, സാമ്പിളിൽ നിന്ന് ഫോർ ദ സാമ്പിളിൽ നിന്ന് എന്താണ് ടു പോപ്പുലേഷനിൽ നമ്മൾ ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സാമ്പിൾ ഈസ് എ സബ്സെറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഓർ ഒബ്ജക്റ്റ് കളക്റ്റഡ് ഓർ സെലക്റ്റഡ് ഫ്രം സ്റ്റാറ്റിസ്റ്റിക്കൽ പോപ്പുലേഷൻ ബൈ എ ഡിഫൈൻഡ് പ്രൊസീജിയർ. സാമ്പിൾ എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഇൻഡിവിജ്വൽ.
സെലക്റ്റഡ് ഫ്രം സ്റ്റാറ്റിസ്റ്റിക്കൽ നമ്മളെ പോപ്പുലേഷൻ നിന്ന് സെലക്ട് ചെയ്ത സെറ്റ് ഓഫ് ഇൻഡിവിജ്വലിനെ എന്ന് പറയാം സാമ്പിൾ എന്ന് പറയാം. ഇറ്റ് ഈസ് എ യൂണിറ്റ് ദാറ്റ് ഈസ് സെലക്റ്റഡ് ഫ്രം പോപ്പുലേഷൻ. ഇറ്റ് ഈസ് എ യൂണിറ്റ് ദാറ്റ് ഈസ് സെലക്റ്റഡ് ഫ്രം പോപ്പുലേഷൻ. ഒരു യൂണിറ്റാണ് അത്, പോപ്പുലേഷൻ നിന്ന് സെലക്ട് ചെയ്ത ഒരു യൂണിറ്റാണ്. റെപ്രസെൻറ്റ് ദ വോൾ പോപ്പുലേഷൻ. ഇതെന്താണ്, എല്ലാ പോപ്പുലേഷനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന പർപ്പസ് ടു ഡ്രോ ദ ഇൻഫറൻസ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒന്ന് റെഡ്യൂസ് കോസ്റ്റ് റെഡ്യൂസാണ്. രണ്ട് ഗ്രേറ്റർ സ്പീഡാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് സാമ്പിളിങ് കുറച്ച് ആളുകളെടുത്താൽ മതി, വളരെ ഈസി ആയിട്ട് അതിൻ്റെ പ്രൊസീജിയർ നടക്കും. അതുപോലെ കോസ്റ്റ്, കുറച്ച് ആളുകളെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്താൽ മതി, കോസ്റ്റ് വളരെ കുറവാണ്. ഗ്രേറ്റർ സ്കോപ്പ്, ഇതിന് വളരെ നല്ല സ്കോപ്പ് ഉണ്ട്. ലോ കോസ്റ്റിൽ ഷോർട്ട് ടൈമിൽ നമുക്കിത് അക്യുറേറ്റ് ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യാൻ സാധിക്കും. ഗ്രേറ്റർ അക്യുറസി ഉണ്ടാവും. ദെൻ നോൺ സാമ്പിളിംഗ് ഇറർ സിഗ്നിഫിക്കൻ്റ്ലി ലോവർ ഇൻ സാമ്പിളിംഗ് മെത്തേഡ്. സാമ്പിളിംഗ് മെത്തേഡിൽ നോൺ സാമ്പിളിംഗ് ഇറർ സെൻസസിനെ അപേക്ഷിച്ച് കുറവാണ്. ദ ഹൈലി ക്വാളിഫൈഡ് പേഴ്സൺ ക്യാൻ ബി എംപ്ലോയിഡ് ഇൻ ദ സാമ്പിളിംഗ് ടു ഗെറ്റ് ഹൈ അക്യുറസി ഓഫ് ദ ഫൈൻഡിങ്. ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസാണ് ഇത് എംപ്ലോയ് ചെയ്യുന്നതെങ്കിൽ സാമ്പിളിംഗ് എന്തെങ്കിലും ഹൈ അക്യുറസി ലഭിക്കും. ഇനി ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. ഇഫ് ദ സാമ്പിളിംഗ് പ്രൊസീജിയർ ഈസ് നോട്ട് പെർഫെക്റ്റ്, സാമ്പിളിംഗ് പ്രൊസീജിയർ പെർഫെക്റ്റ് അല്ലെങ്കിൽ ദെൻ ദ ഇറർ മേ ഇൻട്രൊഡ്യൂസ് ഇൻ ദ ഫൈൻഡിങ്സ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഇറർ വരാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ യഥാർത്ഥ ശരിയായ രീതിയിലല്ല സാമ്പിളിംഗ് പ്രൊസീജിയർ ചെയ്തതെങ്കിൽ അതിൽ ഇറർ വരാം. നമ്മളൊരു കോളേജിൽ ഒരു പഠനം നടത്തുകയാണ്, നമ്മൾ സാമ്പിളിംഗ് പ്രൊസീജിയർ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു 10-30 ആളെടുക്കുകയാണ്. ആ കോളേജിൽ ഏറ്റവും ലോവസ്റ്റ് മാർക്കുള്ള കുട്ടികളാണെങ്കിൽ ആ കോളേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതിന് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. സാമ്പിളിംഗ് ഇറർ ഈസ് പ്രസൻറ്റ് ഇൻ സാമ്പിളിംഗ് മെത്തേഡ്. സാമ്പിളിംഗ് ഇറർ എന്ത് ചെയ്യും, സാമ്പിളിംഗ് മെത്തേഡിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇഫ് ദ ഇൻഫർമേഷൻ റിക്വയർഡ് ഫോർ ഈച്ച് ആൻഡ് എവറി യൂണിറ്റ് ഓഫ് ദ പോപ്പുലേഷൻ ദെൻ സാമ്പിളിംഗ് വിൽ നോട്ട് ബി യൂസ്ഫുൾ മെത്തേഡ്. ഇൻഫർമേഷൻ എല്ലാ യൂണിറ്റ് ഓഫ് പോപ്പുലേഷൻ നിന്ന് ലഭിക്കണമെങ്കിൽ സാമ്പിളിംഗ് മെത്തേഡ് യൂസ്ഫുൾ അല്ല. ഇറ്റ് നീഡ്സ് ദ സർവീസ് ഓഫ് ഹൈ ക്വാളിഫൈഡ് എക്സ്പേർട്ട് ഇൻ ദ സ്റ്റഡി. ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പേർട്ടിൻ്റെ ആവശ്യം ഈ സ്റ്റഡിക്ക് അത്യാവശ്യമാണ്. ഇനി ഇതിൻ്റെ സാമ്പിളിംഗ് മെത്തേഡാണ് പറയുന്നത്. 2 മെത്തേഡാണുള്ളത്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് ഉണ്ട്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് ഉണ്ട്. പ്രോബബിലിറ്റി അറിയുമ്പോൾ എന്താണ്, എല്ലാ ഈച്ച് ആൻഡ് എവറി യൂണിറ്റിന് സെയിം ചാൻസ്, സെലക്ട് ചെയ്യുന്നതിന് സെയിം ചാൻസ്. നോൺ പ്രോബബിലിറ്റി സെയിം ചാൻസ് അല്ലാത്തതിനെയാണ് എന്ത് പറയുക, നോൺ പ്രോബബിലിറ്റി എന്നാണ്. അപ്പോൾ നമ്മൾ എന്താണ് പ്രോബബിലിറ്റി നോക്കണം. പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് എ സാമ്പിളിംഗ് ടെക്നിക്. ഇറ്റ് ഈസ് എ സാമ്പിളിംഗ് ടെക്നിക് in which the researcher chooses sample from larger population using a method based on the theory of probability. പ്രോബബിലിറ്റി തിയറി ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുന്നതിനെ എന്ത് പറയുക, പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഫോർ പാർട്ടിസിപ്പൻറ്റ് ടു ബി കൺസിഡേർഡ് ആസ് എ പ്രോബബിലിറ്റി സാമ്പിൾ ഷീ മസ്റ്റ് ബി സെലക്ടഡ് യൂസിങ് റാൻഡം സെലക്ഷൻ. റാൻഡം സെലക്ഷൻ ആയിരിക്കും. ദ മോസ്റ്റ് ക്രിട്ടിക്കൽ റിക്വയർമെൻറ്റ് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഈസ് എവറി one in your population has a known and equal chance of getting selected. നമ്മൾ പോപ്പുലേഷനിലുള്ള എല്ലാവരെയും കുറിച്ച് നമുക്ക് അറിയണം. എല്ലാവരെയും നമ്മൾ സെലക്ട് ചെയ്യാനുള്ള ചാൻസ് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഹാവ് എ പോപ്പുലേഷൻ ഓഫ് 100 people, every person would have odds 1 to 100 of for getting selected. Probability sampling gives you best chance to create sample that is truly representative of the population. Okay. ഇനി ഇതിലെ ഒന്നാമത്തെ മെത്തേഡാണ് പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, SRS എന്ന് പറയും. ഇറ്റ് ഈസ് എ ഗിവൺ സൈസ് ആൾ സബ്സെറ്റ് ഓഫ് സാമ്പിളിംഗ് ഫ്രെയിം ഹാവ് എൻ ഈക്വൽ പ്രോബബിലിറ്റി ഓഫ് ബീങ് സെലക്റ്റഡ്. അതിലുള്ള എല്ലാ പോപ്പുലേഷനിലെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സിനും എല്ലാവർക്കും എന്തായിരിക്കും, ഈക്വൽ പ്രോബബിലിറ്റി ആയിരിക്കും സെലക്ട് ചെയ്യുക. ഒരു കോളേജിലെ 100 കുട്ടികളിൽ നിന്നും 10 ആളെ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ആണ് 100 ആൾക്കും ഒരേ പ്രോബബിലിറ്റി ആയിരിക്കും ഞാൻ അതിന് സെലക്ട് ചെയ്യുക. അതിനെന്ത് പറയുക, സിമ്പിൾ റാൻഡം. ഈച്ച് എലമെൻറ്റ് ഓഫ് ദ ഫ്രെയിം ദസ് ആസ് എൻ ഈക്വൽ പ്രോബബിലിറ്റി ഓഫ് സെലക്ഷൻ. അതിനെന്താണ്, ഈക്വൽ പ്രോബബിലിറ്റി ഓഫ് സെലക്ഷൻ ആണുള്ളത്. ദ ഫ്രെയിം ഈസ് നോട്ട് സബ് ഡിവൈഡഡ് ഓർ പാർഷൻഡ്. ഫ്രെയിം എന്തായിരിക്കണില്ല, നോട്ട് സബ് ഡിവൈഡഡ് ഓർ പാർഷൻ. ഫർദർ മോർ എനി ഗിവൺ പെയർ ഓഫ് എലമെൻറ്റ് ഹാസ് ദ സെയിം ചാൻസ് ഓഫ് സെലക്ഷൻ ആസ് എനി അതർ സച്ച് പെയർ. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ ലോട്ടറി മെത്തേഡ് യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ലോട്ടറി മെത്തേഡ് എന്ന് പറയാൻ നമ്മളെ തന്ന പോപ്പുലേഷനിൽ എല്ലാവരെയും ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അതിലെ ലോട്ട് എടുത്തിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. ലോട്ടറി മെത്തേഡിലൂടെ ഇത് സെലക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് രണ്ടാമത്തതാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. Systematic sampling relies on arranging the steady population according to some ordering scheme and then selecting elements at a regular interval through that ordered list. അതൊരു
ഈ പോപ്പുലേഷനെ അറേഞ്ച് ചെയ്യും ഏതെങ്കിലും ഒരു ഓർഡറിൽ, ഒരു സ്കീം ഓഫ് ഓർഡറിൽ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്തിട്ട് സെലക്ട് എലമെൻ്റ് അറ്റ് റെഗുലർ ഇൻ്റർവൽ ത്രൂ ദാറ്റ് ഓർഡേർഡ് ലിസ്റ്റ്. ആ ഓർഡേർഡ് ലിസ്റ്റിൽ നിന്നും അതിന് ആളുകളെ ആ ഇതിൽ സെലക്ട് ചെയ്യും. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ഇൻവോൾവ് എ റാൻഡം സ്റ്റാർട്ട്. ഒരു റാൻഡം സ്റ്റാർട്ടായിരിക്കും, നമുക്ക് ഇഷ്ടമുള്ള ഒന്ന് സെലക്ട് ചെയ്യും. ദെൻ പ്രൊസീഡ് വിത്ത് ദ സെലക്ഷൻ ഓഫ് എവരി കേത്ത് എലമെൻറ്റ് ഫ്രം ദ ഓൺവേർഡ്സ്. അതിൽ നമ്മൾ പറഞ്ഞു ഒരു ഓർഡറിലായിരിക്കും, ഒരു റെഗുലർ ഇൻ്റർവെല്ലിലായിരിക്കും സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആദ്യം ഒന്ന് സെലക്ട് ചെയ്താൽ അടുത്ത കേത്ത് എലമെൻ്റ് ആയിരിക്കും സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോപ്പുലേഷൻ സൈസ് ഡിവൈഡഡ് ബൈ സാമ്പിൾ സൈസ് ചെയ്യും. അപ്പോൾ നമുക്ക് കെ കിട്ടും. 100 ആളാണുള്ളത്, അതിന് 10 ആളാണ് സെലക്ട് ചെയ്യാണ് ഉള്ളതെങ്കിൽ 100/10 നമ്മൾ 5ാമത്തതാണ് ഒന്നാമത് എടുത്തതെങ്കിൽ അടുത്തത് 10ാമത്തെ എന്ന് പറഞ്ഞാൽ 15ാമത്തെ സെലക്ട് ചെയ്യുക. പിന്നെ അടുത്ത 10 25ാമത്തെ സെലക്ട് ചെയ്യും. പിന്നെ 35ാമത്തെ സെലക്ട് ചെയ്യും. അങ്ങനെ 95 വരെ 10 ആളെ നമ്മൾ സെലക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ടോട്ടൽ പോപ്പുലേഷനെ സാമ്പിൾ സൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു സംഖ്യ കിട്ടും, അതിനാണ് കെ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഒന്ന് ഏതാണോ റാൻഡമായിട്ട് സെലക്ട് ചെയ്ത് അതിന് കെ ഇൻ്റർവെല്ലിൽ സെലക്ട് ചെയ്യും. ഓക്കെ, ഇതിനാണ് എന്താ പറയുക, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. അടുത്ത സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ഇൻവോൾവ്സ് എ മെത്തേഡ് വേർ ദ റിസർച്ചർ ഡിവൈഡ് എ മോർ extensive population into smaller group that usually don't overlap but represent entire population. ഇതെന്ന് പറഞ്ഞാൽ റിസർച്ചർ എന്ത് ചെയ്യും, ഈ പോപ്പുലേഷനെ ഡിവൈഡ് ചെയ്യും സ്മോൾ ഗ്രൂപ്പായിട്ട്. ഇതെന്ത് ചെയ്യില്ല, ഓവർലാപ്പ് ചെയ്യില്ല, പക്ഷേ എൻ്റയർ പോപ്പുലേഷൻ ഇത് റെപ്രസെൻ്റ് ചെയ്യും. വൈൽ സാമ്പിളിംഗ് ഓർഗനൈസ് ദിസ് ഗ്രൂപ്പ് ആൻഡ് ദെൻ ഡ്രോ എ സാമ്പിൾ ഫ്രം ഈച്ച് ഗ്രൂപ്പ് സെപ്പറേറ്റ്ലി. ഓരോ ഗ്രൂപ്പിൽ നിന്നും എത്രയാണോ സാമ്പിൾ വേണ്ടത് അത് സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്യും. എ സ്റ്റാൻഡേർഡ് മെത്തേഡ് ഈസ് ടു അറേഞ്ച് ക്ലാസിഫൈ ബൈ സെക്സ്, ഏജ്, എത്നിക്കലി ആൻഡ് സിമിലർ വേ. സ്പ്ലിറ്റിംഗ് ഒബ്ജക്റ്റ് ഇൻ ടു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഗ്രൂപ്പ്. ഒബ്ജക്റ്റ് എന്ത് ചെയ്യും, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഗ്രൂപ്പിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. ദെൻ യൂസിങ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. എന്നിട്ട് എന്ത് ചെയ്യും, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഓരോ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ നിന്നും സെലക്ട് ചെയ്യും ടു ചൂസ് മെമ്പേഴ്സ് ഫ്രം ഗ്രൂപ്പ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു കോളേജിൽ നിന്നും 20 സാമ്പിളാണ് സെലക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, 5 ഡിപ്പാർട്ട്മെൻറ്റാണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെ ഓരോ ഗ്രൂപ്പായിട്ട് സെലക്ട് ചെയ്യും. ആ ഗ്രൂപ്പിൽ നിന്നും ഓരോ ഗ്രൂപ്പിൽ നിന്നും 4 ആളുകളെ വീതം സെലക്ട് ചെയ്യും. അതിനെന്ത് പറയാം, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. സ്ട്രാറ്റകളായിട്ട് ഓരോ ഗ്രൂപ്പിന് എന്ത് ചെയ്യും, ഓരോ സ്ട്രാറ്റകളായിട്ട് സെലക്ട് ചെയ്യും. മെമ്പേഴ്സ് ഓഫ് ദിസ് ഗ്രൂപ്പ് ഷുഡ് ബി ഡിസ്റ്റിങ്ക്ട് സോ ദാറ്റ് എവറി മെമ്പർ ഓഫ് ആൾ ഗ്രൂപ്പ് ഗെറ്റ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ബി സെലക്റ്റഡ് യൂസിങ് സിമ്പിൾ പ്രോബബിലിറ്റി. അതിലുള്ള ഓരോ ഗ്രൂപ്പിലെയും മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ദിസ് സാമ്പിളിംഗ് മെത്തേഡ് ഈസ് കോൾഡ് റാൻഡം കോട്ട സാമ്പിളിംഗ് എന്നൊക്കെ പറയും. അടുത്ത ക്ലസ്റ്റർ സാമ്പിളിംഗ്. ക്ലസ്റ്റർ സാമ്പിളിംഗ് ഈസ് എ വേ ടു സെലക്ട് പാർട്ടിസിപ്പൻറ്റ് റാൻഡംലി ദാറ്റ് ആർ സ്പ്രെഡ് ഔട്ട് ജോഗ്രഫിക്കലി. ക്ലസ്റ്റർ സാമ്പിളിംഗ് എപ്പോൾ ജോഗ്രഫിക്കലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതിൽ നിന്നാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഓരോ ജോഗ്രഫിക്കൽ ഏരിയനെ ഓരോ ക്ലസ്റ്ററായിട്ട് തരംതിരിക്കും. നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യാണ്, കേരളത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ഓരോ ജില്ല നമ്മൾ എന്ത് ചെയ്യും, ഓരോ ക്ലസ്റ്ററായി സെലക്ട് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യും. ഓക്കെ, ഇതിനെന്ത് പറയാം, ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയാം. വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്. പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റെപ്പ്, ചൂസ് യുവർ പോപ്പുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് കെയർഫുള്ളി. പോപ്പുലേഷൻ നമ്മൾ സ്റ്റഡി നടത്താൻ പോകുന്ന പോപ്പുലേഷനെ വളരെ കെയർഫുള്ളായിട്ട് സെലക്ട് ചെയ്യണം. ഡിറ്റർമിൻ എ സൂട്ടബിൾ സാമ്പിൾ ഫ്രെയിം. എത്രയാണ് നമുക്ക് സാമ്പിൾ വേണ്ടത് എന്നുള്ളത് ആ സാമ്പിളിംഗ് ഫ്രെയിം നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. എന്നിട്ട് എന്ത് സെലക്ട് യുവർ സാമ്പിൾ. എന്നിട്ട് എന്ത് ചെയ്യുക, സാമ്പിൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് യുവർ സർവേ. എന്നിട്ട് നമ്മൾ സർവേ നടത്തുക. വെൻ ടു യൂസ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്. എപ്പോഴാണ് നമ്മൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ് യൂസ് ചെയ്യുക, വെൻ യു വാണ്ട് ടു റെഡ്യൂസ് സാമ്പിളിംഗ് ബയാസ്. സാമ്പിളിംഗ് ബയാസ് കുറക്കണം ഉദ്ദേശിച്ചാലാണ് നമ്മൾ ഒന്ന് പ്രോബബിലിറ്റി സാമ്പിൾ യൂസ് ചെയ്യുക. വെൻ ദ പോപ്പുലേഷൻ യൂസ്വലി ഡൈവേഴ്സ് പോപ്പുലേഷൻ ആണെങ്കിൽ നമ്മൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ് യൂസ് ചെയ്യുക. ടു ക്രിയേറ്റ് അക്യുറേറ്റ് സാമ്പിൾ കിട്ടണമെങ്കിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ് നല്ലത്. അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഒന്ന് കോസ്റ്റ് എഫക്റ്റീവാണ്, ഇൻവോൾവ് ലെസ്സർ ഡിഗ്രി ഓഫ് ജഡ്ജ്മെൻറ്റ്. ഇവിടെ ജഡ്ജ്മെൻറ്റിന് സാധ്യതയില്ല. അടുത്ത കമ്പാരിറ്റീവ്ലി ഈസിയർ വേ ഓഫ് സാമ്പിളിംഗ്. ഇതെന്താണ്, സാമ്പിളിംഗ് വളരെ ഈസിയർ വേ ഓഫ് സാമ്പിളിംഗ് ആണ്. ലെസ് ടൈം കൺസ്യൂമിങ് എന്താണ്, വളരെ കുറവാണ്.
can be done even by non-technical person. ഇത് നോൺ ടെക്നിക്കൽ പേഴ്സണും ഇത് ചെയ്യാൻ സാധിക്കും. സാമ്പിൾ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് പോപ്പുലേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് സാമ്പിൾ. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ ചാൻസസ് ഓഫ് സെലക്ടിങ് സ്പെസിഫിക് ക്ലാസ് ഓഫ് സാമ്പിൾസ് ഓൺലി. ചിലപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യാണ്, അത് ചിലപ്പോൾ സ്പെസിഫിക് സിമ്പിൾ ക്ലോസ് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്ത് ഒരു കോളേജിലെ പഠനത്തെക്കുറിച്ചാണ് എല്ലാം സെലക്ട് ചെയ്ത് ഫുൾ നല്ല പഠിക്കുന്ന കുട്ടികളാണെങ്കിലോ അതിനുള്ള ചാൻസ് ഉണ്ട്. റിഡൻഡൻ്റ് ആണ്, മോണോട്ടോണസ് വർക്ക്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. ഇനി നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഇറ്റ് ഈസ് defined as a sampling technique in which the researcher selects sample based on the subjective judgment of the researcher rather than random selection. റിസർച്ച് നടത്തുന്ന ആളുടെ സബ്ജക്റ്റീവ് ജഡ്ജ്മെൻറ്റ് ബേസിൽ സെലക്ട് ചെയ്യുന്നതിന് എന്ത് പറയുക? നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയാം. ഞാനാണ് പഠനം നടത്തുന്നതെങ്കിൽ ഞാൻ എൻ്റെ കോളേജിലെ 10 കുട്ടികളെ ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ എനിക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു ജഡ്ജ്മെൻറ്റിനനുസരിച്ച് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയും. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഇസ് എ സാമ്പിളിംഗ് മെത്തേഡ് ഇൻ വിച്ച് നോട്ട് അറ്റ് ആൾ മെമ്പേഴ്സ് ഓഫ് ദ പോപ്പുലേഷൻ ഹാവ് എ ഈക്വൽ ചാൻസ് ഓഫ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സ്റ്റഡി. അതിലുള്ള ഒരു സ്റ്റഡി ഓഫ് പോപ്പുലേഷനിലെ എല്ലാ മെമ്പേഴ്സിനും ഈക്വൽ ചാൻസ് ആ പഠനത്തിൽ പങ്കെടുക്കാനുള്ള ചാൻസ് ഉണ്ടാവില്ല. അൺലൈക്ക് പ്രോബബിലിറ്റി സാമ്പിളിങ്ങിന് അനുസരിച്ച് ഒരിക്കലും പങ്കെടുക്കാൻ കഴിയില്ല. ഈച്ച് മെമ്പർ ഓഫ് ദ പോപ്പുലേഷൻ ഹാസ് എ നോൺ ചാൻസ് ഓഫ് ബീങ് സെലക്റ്റഡ്. ഈച്ച് മെമ്പർ ഓഫ് പോപ്പുലേഷൻ ഹാസ് നോൺ അറിയുന്നതിന് ചാൻസ് ഓഫ് ബീങ് സെലക്റ്റഡ്. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഈസ് മോസ്റ്റ് യൂസ്ഫുൾ ഫോർ എക്സ്പ്ലോറേറ്ററി സ്റ്റഡീസ് ലൈക്ക് പൈലറ്റ് സർവേക്കൊക്കെ ഇത് ഏറ്റവും മോസ്റ്റ് യൂസ്ഫുൾ ആണ്. റിസർച്ച് യൂസ് ദിസ് മെത്തേഡ് ഇൻ സ്റ്റഡീസ് വെയർ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡ്രോ റാൻഡം പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഡ്യൂ ടു ടൈം ഓർ കോസ്റ്റ് കൺസിഡറേഷൻ. നമ്മൾ റാൻഡം പ്രോബബിലിറ്റി സാമ്പിളിങ് അല്ലെങ്കിൽ ടൈമോ അല്ലെങ്കിൽ കോസ്റ്റ് കൊണ്ടോ നമ്മൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് യൂസ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലാണ് റിസർച്ചർ ഇത് യൂസ് ചെയ്യാറുള്ളത്. ടൈപ്സ് ഓഫ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്: കൺവീനിയൻറ്റ്, കൺസെക്റ്റീവ്, ജഡ്ജ്മെൻ്റൽ, കോട്ട, സ്നോബോൾ സാമ്പിളിംഗ്. ഇങ്ങനെയാണ് ഇതിൻ്റെ മെത്തേഡ് ഉള്ളത്. Convenient sampling is non-probability sampling. It is a non-probability sampling technique where samples are selected from the population only because they are conveniently available to the researcher. റിസർച്ചർക്ക് കൺവീനിയൻ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാമ്പിൾ സെലക്ട് ചെയ്യുന്നതിന് എന്ത് പറയാം? കൺവീനിയൻറ്റ് സാമ്പിളിംഗ് എന്ന് പറയാം. റിസർച്ചർ ചൂസ് ദിസ് സാമ്പിൾ ജസ്റ്റ് ബിക്കോസ് ദേ ആർ ഈസി ടു റിക്രൂട്ട്. വളരെ ഈസി ആയിട്ട് റിക്രൂട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ദ റിസർച്ചർ ഡിഡ് നോട്ട് കൺസിഡർ സെലക്ടിങ് എ സാമ്പിൾ ദാറ്റ് റെപ്രസെൻറ്റ് എൻ്റയർ പോപ്പുലേഷൻ. റിസർച്ചർ എന്ത് ചെയ്യില്ല? ഡിഡ് നോട്ട് കൺസിഡർ സെലക്ടിങ് സാമ്പിൾ ദാറ്റ് റെപ്രസെൻറ്റ് എൻ്റയർ പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിൽ അയാൾ സാമ്പിൾ സെലക്ട് ചെയ്യില്ല. എനിക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ എടുത്തുകൊണ്ടൊരു പഠനം നടത്തുകയാണ് അതിന് കൺവീനിയൻറ്റ് സാമ്പിളിങ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺ വൈ റിസർച്ചർ റിയലി കൺവീനിയൻറ്റ് സാമ്പിൾ വിച്ച് ഈസ് മോസ്റ്റ് കോമൺ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് ബിക്കോസ് ഓഫ് ദ സ്പീഡ്, കോസ്റ്റ്, എഫക്റ്റീവ്നെസ്. സ്പീഡ് കൊണ്ട് കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആണ്, ഈസ് ഓഫ് അവൈലബിലിറ്റി ഓഫ് ദ സാമ്പിൾ എന്നിവ കൊണ്ട് ഇത് ഏറ്റവും മോസ്റ്റ് ആയിട്ട് കോമൺ ആയിട്ടുള്ള നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. കൺസെക്റ്റീവ് സാമ്പിളിംഗ്. ദിസ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് ഈസ് വെരി സിമിലർ ടു കൺവീനിയൻറ്റ് സാമ്പിളിംഗ്. ഇത് വളരെ കൺവീനിയൻറ്റ് സാമ്പിളിങ്ങിന് വളരെ സിമിലർ വിത്ത് എ സ്ലൈറ്റ് വേരിയേഷൻ. ഹിയർ ദ റിസർച്ച് പിക്ക് എ സിംഗിൾ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് സാമ്പിൾ, കണ്ടക്ട് റിസർച്ച് over a period, analyze the result, then moves on the another subject or group if needed. റിസർച്ച് എന്ത് ചെയ്യും? ഒരു പിക്ക് സിംഗിൾ പേഴ്സൺ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സാമ്പിൾ പിക്ക് ചെയ്യും, എന്നിട്ട് അതിൽ റിസർച്ച് എടുത്തും എന്നിട്ട് അടുത്തതിലേക്ക് മൂവ് ചെയ്യും. അതാണ് കൺസെക്റ്റീവ് സാമ്പിളിംഗ്. കൺസെക്റ്റീവ് സാമ്പിളിംഗ് ടെക്നിക് ഗിവ്സ് ദ റിസർച്ചർ ചാൻസ് ടു വർക്ക് വിത്ത് മെനി ടോപ്പിക്. ഇത് കുറേ ടോപ്പിക്കിൽ പഠിക്കാൻ ഇത് വളരെയധികം യൂസ്ഫുൾ ആണ്. ആൻഡ് ഫൈൻ ട്യൂൺ ഇസ് ഹെർ റിസർച്ചർ ബൈ കളക്ടീവ് റിസൾട്ട് that have vital insight. അടുത്ത കോട്ട സാമ്പിളിംഗ്. ഹൈപ്പോത്തറ്റിക്കലി കൺസിഡർ എ റിസർച്ചർ വാണ്ട്സ് ടു സ്റ്റഡി the career goal of male and female employees in an organization. There are 500 employees in the organization, also known as population. To understand the better about a population, researcher will need only sample, not the entire population. Further, the researcher is interested in a particular strata within the population. എന്ന് പറയാം. കോട്ട സാമ്പിളിംഗ് പറഞ്ഞാൽ റിസർച്ചറിന് ഇഷ്ടമുള്ള കുറച്ചൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ സെലക്ട് ചെയ്യുക, ഒരു സ്ട്രാറ്റയെ സെലക്ട് ചെയ്തിട്ട് സ്റ്റഡി നടത്തുന്നതിന് എന്ത് പറയാം? കോട്ട സാമ്പിളിംഗ്. ഒരു ഓർഗനൈസേഷനിൽ മെയിലും ഫീമെയിലിൻ്റെ കരിയർ ഗോളാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അതിനെന്ത് ചെയ്യാണ്? 500 ആളാണ് അദ്ദേഹത്തിന് അറിയാൻ. ടു അണ്ടർസ്റ്റാൻഡ് ബെറ്റർ അബൌട്ട് ദ പോപ്പുലർ റിസർച്ചർ വിൽ നീഡ് ഓൺലി സാമ്പിൾ, കുറച്ച് സാമ്പിളായാലും സെലക്ട് ചെയ്യും, നോട്ട് എൻ്റയർ പോപ്പുലേഷൻ. ഹിയർ ഈസ് വെയർ കോട്ട സാമ്പിളിംഗ് ഹെൽപ്സ് ഇൻ ഡിവൈഡിങ് ദ പോപ്പുലേഷൻ ടു സ്ട്രാറ്റ ഓർ ഗ്രൂപ്പ്സ്. ഓക്കെ, ഞാൻ
ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ഞാൻ പഠിപ്പിക്കുന്ന കോളേജിലെ ഒരു സ്റ്റഡിയെ പറ്റിയാണ് പഠിക്കുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, എക്കണോമിക്സിലെ കുറച്ച് ഒരു ഗ്രൂപ്പ് ആ എക്കണോമിക്സിനെ മാത്രം എടുത്താൽ കോളേജിനെ പഠിക്കുകയാണെങ്കിൽ കോട്ട സാമ്പിളിംഗ് എന്ന് പറയും. ജഡ്ജ്മെൻറ്റൽ ഓർ പർപ്പസീവ് സാമ്പിളിംഗ്. ഇൻ ദ ജഡ്ജ്മെൻറ്റൽ സാമ്പിളിംഗ് മെത്തഡ് റിസർച്ചർ സെലക്ട് ദ സാമ്പിൾ ബേസ്ഡ് ഓൺ പ്യുവർലി ഓൺ ദ റിസർച്ചേഴ്സ് നോളജ് ആൻഡ് ക്രെഡിബിലിറ്റി. റിസർച്ചറിൻ്റെ നോളജിൻ്റെ ക്രെഡിബിലിറ്റിൻ്റെ പ്യുവർലി ബേസിൽ സാമ്പിൾ സെലക്ട് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ജഡ്ജ്മെൻറ്റൽ സാമ്പിളിംഗ്. ഇൻ അതർ വേർഡ്സ് റിസർച്ചർ ചൂസ് ഓൺലി ദോസ് പീപ്പിൾ ഹൂ ദേ ഡീം ഫിറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ റിസർച്ച് സ്റ്റഡി. റിസർച്ചർ എന്ത് ചൂസ് ഓൺലി ദോസ് പീപ്പിൾ. റിസർച്ചർ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കുറച്ച് പീപ്പിളിനെ സെലക്ട് ചെയ്യും. ഹൂ ദേ ഡീം ഫിറ്റ് ടു പാർട്ടിസിപ്പേറ്റ്. ആരാണോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഫിറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന് താല്പര്യമുള്ള കുറച്ച് ആൾക്കാരെ അദ്ദേഹത്തിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് ഇവരോട് നടത്തി കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സ്റ്റഡി നടത്തുന്നത് ജഡ്ജ്മെൻറ്റൽ സാമ്പിളിംഗ് എന്ന് പറയാം. ജഡ്ജ്മെൻറ്റ് ഓർ പർപ്പസീവ് സാമ്പിളിംഗ് ഈസ് നോട്ട് എ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് ഇത് സയൻറ്റിഫിക് മെത്തേഡല്ല. ആൻഡ് ദ ഡൗൺ സൈഡ് ടു ദ സാമ്പിളിംഗ് ടെക്നിക് ഈസ് ദാറ്റ് ദ പ്രീകൺസീവ്ഡ് നോഷൻ ഓഫ് ദ റിസർച്ചർ ക്യാൻ ഇൻഫ്ലുവൻസ് ദ റിസൾട്ട്. അതിൻ്റെ റിസൾട്ടിനെ ഇയാളുടെ റിസർച്ചറിൻ്റെ ഒരു പ്രീകൺസീവ്ഡ് നോഷൻ്റെ ഒരു റിസൾട്ട് ആയിരിക്കും ഉണ്ടാകുക. ദിസ് റിസർച്ച് ടെക്നിക് ഇൻവോൾവ് ഹൈ എമൗണ്ട് ഓഫ് ആംബിഗ്വിറ്റി. Snowball sampling. Snowball sampling a researcher find a sample when they are difficult to locate. Snowball sampling എപ്പോഴാണ് എടുക്കൽ? നമുക്ക് സാമ്പിളിനെ കിട്ടാൻ വളരെയധികം ടഫാണെങ്കിൽ, ലൊക്കേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണെങ്കിലാണ് സ്നോബോൾ സാമ്പിളിംഗ്. റിസർച്ചർ യൂസ് ദിസ് ടെക്നിക് വെൻ ദ സാമ്പിൾ സൈസ് ഇസ് സ്മോൾ. സാമ്പിൾ സൈസ് സ്മോൾ ആകുമ്പോൾ നോട്ട് ഈസിലി അവൈലബിൾ ആയിരിക്കുമ്പോൾ. ദിസ് സാമ്പിളിംഗ് സിസ്റ്റം വർക്ക്സ് ലൈക്ക് റെഫറൽ പ്രോഗ്രാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് സെലക്ട് ചെയ്യൽ പറഞ്ഞാൽ, നമ്മൾ ആദ്യം ഒരു സാമ്പിൾ സെലക്ട് ചെയ്യും, അദ്ദേഹത്തിൽ നിന്ന് സ്റ്റഡി എടുത്തും അദ്ദേഹത്തിൽ നിന്ന് അടുത്ത ആളിലേക്ക് പോകും. നമ്മളൊരു ഡ്രഗ് യൂസ് ചെയ്യുന്നവരെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരാളെ നമ്മൾ കണ്ടെത്തി അദ്ദേഹത്തിൽ നിന്നും ഡാറ്റ സെലക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിൽ നിന്നും അടുത്ത ആളിലേക്ക്, അടുത്ത സാമ്പിൾ അദ്ദേഹത്തിനെ അറിയുള്ളൂ, നമുക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റിൽ നിന്നും അടുത്ത സാമ്പിൾ സെലക്ട് ചെയ്യും. ഇതിനെന്ത് പറയാം? സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയാം. വെൻ ടു യൂസ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക വെച്ചാൽ, യൂസ് ദിസ് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ടു ഇൻഡിക്കേറ്റ് ഇഫ് എ പർട്ടിക്കുലർ ട്രൈറ്റ് ഓർ ക്യാരക്ടർ എക്സിസ്റ്റ് ഇൻ എ പോപ്പുലേഷൻ. ഇത് നമ്മൾ യൂസ് ചെയ്യുക ഇഫ് സാമ്പിളിംഗ് ടു ഇൻഡിക്കേറ്റ് ഇഫ് എ പർട്ടിക്കുലർ ട്രൈറ്റ് ഓർ ക്യാരക്ടറിസ്റ്റിക് എക്സിസ്റ്റ് ഇൻ എ പോപ്പുലേഷൻ. പോപ്പുലേഷനിലുള്ള ഇപ്പോൾ നിലവിലുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പർട്ടിക്കുലർ സ്വഭാവം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് സെലക്ട് ചെയ്യുക. റിസർച്ച് വൈഡ്ലി യൂസ് ദ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് വെൻ ദേ എയിം ടു കണ്ടക്ടിങ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്, അതേപോലെ പൈലറ്റ് സ്റ്റഡി, എക്സ്പ്ലോറേറ്ററി റിസർച്ചിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുക. റിസർച്ചർ യൂസ് ഇറ്റ് വെൻ ദേ ഹാവ് ലിമിറ്റഡ് ടൈം ടു കണ്ടക്ട് റിസർച്ച്. കുറച്ച് ടൈമുള്ളൂ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഇതാണ് യൂസ് ചെയ്യാൻ. ആ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഉണ്ടെങ്കിലും ഇത് യൂസ് ചെയ്യും. വെൻ ദ റിസർച്ചർ നീഡ്സ് ടു ഒബ്സർവ് വെദർ എ പർട്ടിക്കുലർ ഇഷ്യൂ നീഡ്സ് ടു ഡെപ്ത് അനാലിസിസ് ഹി അപ്ലൈസ് ദിസ് മെത്തേഡ്. ടു ഡെപ്തായിട്ട് അനലൈസ് ചെയ്യാൻ ഈ മെത്തേഡാണ് യൂസ് ചെയ്യാറുള്ളത്. യൂസ് ഇറ്റ് വെൻ യു ഡു നോട്ട് intend to generate result that will generalize the entire population. ചിലപ്പോൾ എൻ്റയർ പോപ്പുലേഷനെ ജനറലൈസ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. അഡ്വാൻറ്റേജ്: ദ എബിലിറ്റി ടു റിക്രൂട്ട് ഹിഡൻ പോപ്പുലേഷൻ. ഇതിൽ നമുക്ക് എന്ത് ചെയ്യും? ഹിഡൻ പോപ്പുലേഷൻ റിക്രൂട്ട് ചെയ്യാൻ ഇതുകൊണ്ട് സാധിക്കും. ആ സ്നോബോൾ സാമ്പിളിംഗ് ഒക്കെ അതിന് ഉദാഹരണമാണ്. ദ പോസിബിലിറ്റി ടു കളക്ട് പ്രൈമറി ഡാറ്റ ഇൻ ലോ കോസ്റ്റിൽ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇതിലുണ്ട്. ഇറ്റ് ക്യാൻ ബി കംപ്ലീറ്റഡ് ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈം. ഇത് നമുക്ക് വളരെ ഷോർട്ട് ഡ്യൂറേഷനിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. എ വെരി ലിറ്റിൽ പ്ലാനിങ് ഈസ് റിക്വയർഡ് ടു സ്റ്റാർട്ട് സാമ്പിളിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വളരെ ലിറ്റിൽ പ്ലാനിങ് മതി. ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഓവർ സാമ്പിളിംഗ് ക്യാൻ ബി ഡൺ. ഓവർ സാമ്പിളിംഗ് നടക്കാനുള്ള സാധ്യതയുണ്ട്. റെസ്പോണ്ടൻറ്റ് മേ ബി അസിസ്റ്റൻറ്റ് ടു ആസ്ക് ഓൾ ക്വസ്റ്റ്യൻ. റെസ്പോണ്ടൻറ്റ് മേ ബി അസിസ്റ്റൻ്റ് ആയിരിക്കും ടു ആസ്ക് എല്ലാ ക്വസ്റ്റ്യനും. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡിറ്റർമിൻ ആക്ച്വൽ പാറ്റേൺ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ. ഇതൊരു ആക്ച്വൽ പാറ്റേൺ അല്ല ഈ പോപ്പുലേഷൻ്റെ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും പ്രോബബിലിറ്റി സാമ്പിളിങ്ങും. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് പറഞ്ഞാൽ ജഡ്ജ്മെൻറ്റും ഓഫ് ദ റിസർച്ചറിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിലാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്ക് ചെയ്യുന്നത്. പക്ഷേ പ്രോബബിലിറ്റി സാമ്പിളിംഗ് റാൻഡമായിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അതേപോലെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് നോട്ട് എവരി വൺ ഹാസ് എൻ ഈക്വൽ ചാൻസ് ടു പാർട്ടിസിപ്പേറ്റ്. ഇതിൽ ഈക്വൽ ചാൻസ് ഇല്ല. അയാളുടെ ഇഷ്ടത്തിന് അയാൾക്ക് തോന്നിയ ആളുകളെ അയാൾക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ എല്ലാ പോപ്പുലേഷനിൽ എല്ലാ സാമ്പിളിനും ഒരേ ചാൻസ് ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ദ റിസർച്ചർ ഡസ് നോട്ട് കൺസിഡർ സാമ്പിളിംഗ് ബയാസ്.
നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ സാമ്പിളിംഗ് ബയാസ് ഇയാൾ കൺസിഡർ ചെയ്യുന്നില്ല. യൂസ്ഡ് വെൻ സാമ്പിളിംഗ് ബയാസ് ഹസ് ടു ബി റെഡ്യൂസ്ഡ്. ഈ പ്രോബബിലിറ്റി സാമ്പിളിംഗ് യൂസ് ചെയ്യുന്നതാണ് സാമ്പിളിംഗ് ബയാസ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ദ സാമ്പിൾ ഡസ് നോട്ട് അക്യുറേറ്റ്ലി റെപ്രസെൻറ്റ് ദ പോപ്പുലേഷൻ. അത് ചിലപ്പോൾ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് സാമ്പിൾ എന്ത് ചെയ്യണം, അക്യുറേറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യില്ല പോപ്പുലേഷനെ. അതുപോലെ പ്രോബബിലിറ്റി സാമ്പിൾ യൂസ് ടു ക്രിയേറ്റ് അക്യുറേറ്റ് സാമ്പിൾ. പ്രോബബിലിറ്റി സാമ്പിൾ എന്നാൽ യൂസ് ടു ക്രിയേറ്റ് അക്യുറേറ്റ് സാമ്പിൾ. അതുപോലെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഫൈൻഡിങ് റെസ്പോണ്ടൻറ്റ് ഈസ് ഈസി. റെസ്പോണ്ടൻസ് വളരെ ഈസി ആയിട്ട് സെലക്ട് ചെയ്യാം. പക്ഷേ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഫൈൻഡിങ് ദ റൈറ്റ് റെസ്പോണ്ടൻറ്റ് ഈസ് നോട്ട് ഈസി. റൈറ്റ് ആയിട്ടുള്ള റെസ്പോണ്ടൻറ്റിനെ വളരെ ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കില്ല. ഇതാണ് സാമ്പിളിംഗ് മെത്തേഡ്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ ലഭിച്ചിട്ടുണ്ടാവും. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.